നമ്മളിവിടെ ഒരു നൈറ്റി തയ്ക്കാനായിട്ടാണ് പോകുന്നത്. ഇത് മുറിച്ച് മേടിച്ചിരിക്കുന്ന തുണി ആയതുകൊണ്ട് ഇതിന് കുറച്ച് വീതി കൂടുതലുണ്ട്. നമുക്ക് ഇത്രയും വീതി ആവശ്യമില്ല. നമുക്കൊരു 35 ഇഞ്ച് വീതി നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ 35 ഇഞ്ച് വീതി നമ്മൾ അളന്നെടുത്തിട്ട് നമ്മളത് ബാക്കി മുറിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു പീസായിട്ടുള്ള കിട്ടുവാകുമ്പോൾ അതിന് ഇത്ര വീതിയൊക്കെ ഉള്ളൂ. 34-35 വീതി നമ്മൾ മേടിക്കുന്ന തുണിക്ക്. അതാകുമ്പോൾ നമുക്ക് വീതി കണക്കാണ്, അത് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വീതി കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ 35 ഇഞ്ച് വീതിയിൽ എടുത്തിട്ട് ബാക്കി നമ്മളിങ്ങോട്ട് മുറിച്ച് മാറ്റുക ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ കീറിയെടുത്താൽ മതി. മുഴകളെന്ന് വെട്ടുന്നതിനൊക്കെ എളുപ്പമുണ്ട്. മുറിച്ചെടുക്കാൻ. ഇനി നമുക്ക് ഇറക്കമാണ് വേണ്ടിയത്. ഈ നൈറ്റിക്ക് വേണ്ടി ഇറക്കം 51 ഇഞ്ച് ഇറക്കമാണുള്ളത് വേണ്ടിയത്. 51 ഇഞ്ചിന് മുകളിലത്തെ പാർട്ട് വേറെ അടിയിലത്തെ പാർട്ട് വേറെ ആയിട്ട് രണ്ടായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എങ്കിലും രണ്ടായിട്ട് നമുക്കിവിടെ മടക്കിയിടാം. താഴെയോട്ടൊന്ന് മടക്കി ഇനി സൈഡിലേക്കും ഒന്ന് മടക്കുക. അങ്ങനെ 4 മടക്കായിട്ട് ഒപ്പിട്ട് എടുത്തിടുക. ഇനി നമ്മളിവിടെ ഫ്രണ്ടിലൊരു റൗണ്ട് ആയിട്ടുള്ള ഷേപ്പിലാണ് നമ്മൾ ഈ നൈറ്റി തയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ റൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എളുപ്പത്തിന് നമ്മളൊരു ഒരു പേപ്പറിൽ ആ റൗണ്ട് എടുത്ത് വെട്ടാമെങ്കിൽ എടുത്തിട്ട് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമുണ്ട്. ഇത് ഞാനിവിടെ വെട്ടി വെച്ചിരിക്കുന്ന ഒരു കഷ്ണമാണ്, ഒരു പേപ്പറാണ്. ആ പേപ്പറിന് 7.5 ഇഞ്ചാണ് ഇങ്ങോട്ടുള്ള വീതി. സമയദൂരത്തിൽ അങ്ങനെ ഒരു കഷ്ണം എടുക്കുന്നത്. 10.5 ഇഞ്ച് ഇറക്കത്തിലും 7.5 ഇഞ്ച് വീതിയിലുമായിട്ട് സമയദൂരത്തിലൊരു ഒരു പീസ് എടുത്തിട്ട് അതിൽ അവിടെ ഇങ്ങനെ റൗണ്ട് അടിഭാഗം ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങോട്ട് വെട്ടിയെടുത്താൽ മതി. അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് വെട്ടാമെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ആ പീസ് കിട്ടും. അതുപോലെ വെച്ച് അങ്ങ് വെട്ടിയെടുത്താൽ മതി. 10-11 അത് ഓരോരുത്തർക്ക് പൊക്കമൊക്കെ ഉള്ളവർക്ക് ഇച്ചിരി താന്നിരുന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇവർക്ക് 50 ഇഞ്ച് 51 ഇഞ്ച് ഇറക്കമെന്ന് പറയുമ്പം കുറവ് മതി. 10 ആണെങ്കിൽ 10 എടുത്തേക്കുന്നെങ്കിൽ തന്നെ ഒരു 50-45 നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടും. അങ്ങനെ ഒരു ഷേപ്പിൽ അതങ്ങോട്ട് വെട്ടിയെടുക്കുക. അത് നമുക്ക് മുകളിലത്തെ പാർട്ടാണ് നമുക്കത് കിട്ടുന്നത്. വെട്ടി മാറ്റി വെക്കുക. ഇനി നമുക്ക് സ്ലീവ് സൈഡിൽ നിന്ന് തന്നെ സ്ലീവ് കിട്ടും. സ്ലീവിൻ്റെ ഇറക്കം നോക്കാം. 9.5 ഇഞ്ച് 9.10 ഉണ്ട്. നമുക്ക് 9 ഇഞ്ചൊക്കെ ഇറക്കം കിട്ടിയാൽ മതി. അപ്പം കുഴപ്പമില്ല, അത്ര ഒന്നും എടുക്കുക. ഇനി അടിയിലേക്ക് വണ്ണം 10 ഒരു 10.5 എടുക്കാം. ഒരു 10.5 വണ്ണം എടുക്കുക. അപ്പുറത്തെ സൈഡിലും 10 തന്നെ എടുക്കുക. ഇവർക്ക് ഇവിടെ നമുക്ക് കിട്ടിയത് 10. താഴെ അതുപോലെ തന്നെ 10 അടയാളപ്പെടുത്തുക. 10 എടുത്തോളത്ത് 10 അടയാളപ്പെടുത്തുക. ഇനി നമുക്കതിൻ്റെ ഷേപ്പ് താഴേക്ക് ഇപ്പോൾ വെച്ചിരിക്കുന്നിടത്ത് തന്നെ അവിടെ നിന്ന് താഴേക്ക് ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. ആ 4 മുകളിലേക്ക് ഷേപ്പിൽ വരയ്ക്കുക. അവിടെ നിന്ന് അടിഭാഗത്തേക്ക് നമുക്കൊരു 6.5 കൈവണ്ണം മതി. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ഒരു 8 ഇഞ്ചൊക്കെ അവിടെ അടയാളപ്പെടുത്താം. 8 ഇഞ്ച് കൈയുടെ അടിവണ്ണമാണ് വരുന്നത് കേട്ടോ. അതിലേക്ക് അത് തമ്മിൽ യോജിപ്പിക്കാം. അങ്ങനെ നമുക്ക് സ്ലീവായി. ഇനി നമുക്ക് വെട്ടിയെടുക്കാം. സെൻറ്ററിൽ നമ്മളൊരു മാർക്ക് ചെയ്യുക. നമുക്ക് തയ്ക്കുമ്പം എളുപ്പമുണ്ട്. ഇനി നമ്മൾ അടിയിലത്തെ പീസാണ് വെട്ടാൻ വേണ്ടി പോകുന്നത്. നമ്മൾ മുകളിൽ വെട്ടി വെച്ചിരിക്കുന്ന ആ പീസ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അവിടെ നമ്മൾ ആ പീസിന് നമ്മളൊരു ഷോൾഡർ 7 ഇഞ്ച് നമ്മൾ അതിൻ്റെ അവിടെ ഒന്ന് അടയാളപ്പെടുത്തുക. നമ്മൾ ആദ്യം വെട്ടി വെച്ചിരിക്കുന്ന പീസയിൽ ഒരു 7 ഇഞ്ച് നമ്മളൊരു മാർക്ക് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വേണ്ടിയത് ഇതിൽ നിന്ന് ഒരു 4 ഇഞ്ച് അകറ്റി ഉണ്ടോ, ഈ സൈഡിൽ നിന്ന് ഒരു 4 ഇഞ്ച് മാർക്ക് അവിടെ നമ്മളൊരു മാർക്ക് ചെയ്യുക. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് കൈക്കുഴി വരാൻ വേണ്ടിയിട്ടാണ്. കൈക്കുഴി ഇവിടെ നിന്ന് എടുക്കണം. അപ്പോൾ നമ്മൾ അവിടെ ആ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നില്ലേ, അത് നമ്മൾ അതുകൂടെ കൂട്ടി ഇതേലും കൂടെ കൂട്ടിയാണ് നമുക്ക് കൈക്കുഴി വരുന്നത്. അപ്പോൾ 4 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നതും ആ 7 ഇഞ്ച് വന്നിരിക്കുന്നതും കൂടെ ഒരുമിച്ച് ഒരുപോലെ വരുന്നിടത്ത് വെക്കുക. ആ വെക്കുന്നിടത്ത് നിന്ന് ഒരു നേരെ ഒരു വര വരയ്ക്കുക.
അവിടെ നിന്ന് വേണം അത് നേരെ ഒരു ഷേപ്പ് വരുത്തുക. അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തുക. ഇത് അതും അവിടെ നേരത്തെ ആ കുഴി കുഴച്ച് വെച്ചിരിക്കുന്ന അവിടെയായിട്ടൊരു ഷേപ്പ്, ഒരു കൈക്കുഴി വെട്ടുന്നതിൻ്റെ ആ ഷേപ്പിൽ അങ്ങനെ അങ്ങോട്ട് വരച്ചെടുക്കുക. പിന്നെ ഇനി വരുന്ന അതുപോലെ തന്നെ അതിൻ്റെ ആ ഷേപ്പിൽ തന്നെ താഴേക്ക് വരച്ചെടുക്കുക. വരച്ച് അങ്ങ് അറ്റം വരെ അത് നേരെ അങ്ങ് പോവുക. ഇനി അതുപോലെ തന്നെ നമുക്കങ്ങോട്ട് വെട്ടിയെടുക്കാം. അതെന്തിനാന്ന് ചോദിച്ചാൽ ഇപ്പം നോക്കി നമുക്ക് വണ്ണം ഏതാണ്ട് ഇടുന്നത്. ഇപ്പോൾ നമ്മൾ അതിന് ഷോൾഡർ നമ്മൾ 7.5 എടുത്തിരിക്കുന്നത്, അതിന് 7.5 ഇഞ്ച് വണ്ണവും ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഈ വെട്ടുന്ന ഭാഗത്തെ 4 ഇഞ്ച് വണ്ണവും. അപ്പോൾ 7.5 7 4 11 12 ഇഞ്ചോളം വണ്ണം നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നൈറ്റിക്ക് വേണ്ടിയത് ഒരു 21 ഇഞ്ച് വണ്ണമാണുള്ളത്. 21 ആകുമ്പോൾ ഇവിടെ 22 വരുമ്പോൾ 1 ഇഞ്ച് തുമ്പും ഒക്കെ പോകുമ്പോൾ ഇഷ്ടംപോലെ നല്ല ലൂസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നൈറ്റി നമുക്ക് കുറച്ച് ലൂസായിട്ട് കിടക്കുന്നതാണല്ലോ നല്ലത്. അതിന് വേണ്ടിയിട്ടാണ് നൈറ്റി. അതിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് അടയാളപ്പെടുത്തുക. അടിയിലത്തെ ഭാഗത്തിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് അടയാളപ്പെടുത്തുക. നമുക്കിനി അതിന് ഞൊറിയിടാൻ വേണ്ടിയിട്ട് സ്ഥലം വേണം. പക്ഷേ ഞൊറിയിടാൻ നമുക്കിപ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല, മറ്റേ പീസ് വെക്കുമ്പോഴേ അറിയത്തുള്ളൂ. എങ്കിലും നമുക്ക് ഏകദേശം 4 പീസ് ഒരേപോലെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 7.5 ഇഞ്ചൊക്കെ മാറ്റി നമ്മൾ അവിടെ ഒരു മാർക്ക് ചെയ്യുക. 4 പീസിലും അതിൻ്റെ മാർക്ക് വരണം, എന്നാലേ നമുക്ക് അഞ്ഞൂറ് ഇടുമ്പോൾ ഒരുപോലെ വരുള്ളൂ. പിന്നെ നമ്മൾ അത് മറ്റേ ഫ്രണ്ടിലത്തെ പീസ് കൂട്ടി പിടിപ്പിക്കുമ്പം കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ നമുക്കൊന്നെങ്കിൽ ഞൊറി കൂട്ടിയിടാം, അതല്ലെങ്കിൽ ഞൊറി ഒരെണ്ണം അഴിച്ചിട്ടാൽ മതി. നമ്മൾ ഫ്രണ്ടിലത്തേക്ക് വേണ്ടിയിട്ട് വെട്ടി വെച്ചിരിക്കുന്ന ഈ പീസാണ്. ഈ പീസ് എടുത്ത് നമ്മൾ അതിന് ചേരുന്ന ഒരു കളർ എടുത്തിരിക്കുകയാണ് അതിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് വെക്കുന്നതെന്നുള്ളൂ. ഫ്രണ്ടിൽ ഇപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് ഇത് വരും. നമ്മൾ വെട്ടിവെച്ച നൈറ്റി തയ്ക്കാനായിട്ട് പോവുകയാണ്. അതിനിപ്പം നമ്മൾ അതിൻ്റെ മുകളിലത്തെ പാർട്ട് എടുത്തിരിക്കുന്ന ഭാഗമാണത്. പിന്നെ 2 എണ്ണം ഫ്രണ്ടും ബാക്കും. അതിൽ ഫ്രണ്ടിലേക്ക് ലൈനിങ് അല്ലാതാണ് മുകളിലേക്ക് വരുന്ന ഒരു പീസ് നമ്മൾ വേറൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. വേറൊരു കളറാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം പിന്നെ ഇനി നമുക്ക് അതിൻ്റെ കഴുത്താണ് അടയാളപ്പെടുത്തേണ്ടത്. നമുക്ക് എല്ലാത്തിൻ്റെയും സെൻറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ കഴുത്താണ് നമ്മൾ എടുക്കുന്നത്. കഴുത്തിൻ്റെ അകലം നമ്മൾ 3 ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം എടുക്കുന്നത്. പിന്നെ ഇറക്കം 6 ഇഞ്ച്. എന്നിട്ട് നമ്മളൊരു പിന്നെ യു ഷേപ്പിൽ ആണ് നമ്മൾ വരയ്ക്കുന്നത്. ഇങ്ങോട്ടേക്ക് 3 അടയാളപ്പെടുത്തുക. എന്നിട്ട് വരയ്ക്കാൻ ഒരു ബോക്സ് പോലെ വരയ്ക്കാം. അങ്ങനെ നമ്മൾ യു ഷേപ്പിൽ നമ്മൾ കഴുത്ത് അടയാളപ്പെടുത്തി. ഇനി നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന കഴുത്തിൽ നിന്ന് ചുറ്റിലും നമ്മളൊരു 3-4 പിന്നെ അടിപ്പടിച്ച് ഒരു ഭംഗിയാക്കാനായിട്ട് പോവുക. അപ്പോൾ അതിന് നമ്മൾ പിന്നെ ഓരോ ഇഞ്ച് അകത്തി നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുക. ഒരു റൗണ്ടായി കൂട്ടി വരച്ചിരിക്കുന്ന എല്ലാം കൂടെ നമ്മൾ കൂട്ടി വയ്പ്പിക്കുമ്പോൾ ഒരു റൗണ്ട് വന്നു. ഇനി അതിൽ നിന്ന് ഓരോ ഇഞ്ച് വീണ്ടും അവരിൽ നിന്ന് ഓരോ ഇഞ്ച് മാറ്റി അടയാളപ്പെടുത്തുക. ഇപ്പം നമ്മൾ ഈ വരച്ചിരിക്കുന്നത് മറ്റ് സൈഡിലും കൂടെ ആ പാട് വരണം, എന്നാലേ നമുക്കത് തയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നേരെ ഇങ്ങോട്ട് മടക്കി കഴിഞ്ഞിട്ട് നല്ലവണ്ണം കൈകൊണ്ട് പ്രസ് ചെയ്ത് അമർത്തി അങ്ങോട്ട് വെക്കുക. അപ്പം നമുക്ക് ആ ഇപ്പം ചോക്ക് കൊണ്ട് വരച്ചിരിക്കുന്ന ആ പാട് നമുക്ക് മറുവശത്തും കൂടെ കിട്ടും. നമുക്ക് തുറന്ന് നോക്കാം മറ്റേ സൈഡിൽ വന്നിട്ടുണ്ടോയെന്ന്. ഇല്ലേ, വന്നിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് കടിപ്പിച്ച് അതേ കൂടെ ആ മാർക്കിൽ കൂടെ ഒന്നുകൂടെ ഒന്ന് വരച്ചെടുത്താൽ മതി.
ഇത് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ക്രീം കളറാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്നത്. നമ്മൾ അതേലാണ് മാർക്ക് ചെയ്തത്. പക്ഷെ നമ്മൾ കഴുത്ത് അതേ വരച്ച് കഴിഞ്ഞിട്ട് അത് വരച്ചതും പ്രകാരം അടിച്ചെടുത്ത് കഴിയുമ്പോൾ അത് ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ആ പിന്നെ മുകളിൽ കൂടി അടിക്കാനുള്ള മാർക്ക് ചെയ്തതില്ല, അത് കാണാതെ വരും. അപ്പം നമുക്കവിടെ തിരിച്ചിടണം. തിരിച്ചിട്ടിട്ട് പിന്നെ അവിടെ ആ കഴുത്തിൻ്റെ ഒരു പാട് കാണുന്നുണ്ട് നമ്മൾ തയ്ച്ചിരിക്കുന്നത്, അല്ല വരച്ചിരിക്കുന്ന നേരത്തെ വരച്ചത്. അതിലൂടെ ഒന്ന് വരച്ച് കഴുത്ത് മാത്രം, ബാക്കിയുള്ള ഭാഗം വേണ്ട. കഴുത്ത് വരച്ചിരിക്കുന്നതിൻ്റെ പാട് അവിടെ കാണുന്നതിനോടുകൂടെ ഒന്ന് വരച്ച് നമുക്ക് ആ കഴുത്ത് ഇങ്ങനെ വെച്ചിട്ട് വേണം വരയ്ക്കാൻ. എന്നിട്ട് നമ്മൾ മറിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ ആ മുകളിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്. നമ്മൾ കഴുത്ത് വരച്ച് വെച്ചതിലൂടെ നമ്മൾ അടിച്ചെടുത്തു. ഇനി അതിൻ്റെ 1/4 ഇഞ്ച് വിട്ടിട്ട് ഉള്ളിൽ കൂടെ വിട്ട് നമ്മളത് കഴുത്ത് വെട്ടിയെടുക്കും. അതിന് അങ്ങനെ നമ്മൾ കഴുത്ത് മറിച്ചെടുത്തു. നമ്മൾ ഈ ഫ്രണ്ട് വ്യൂസ് ആകട്ടോ, ഇതിപ്പോൾ ഈ ക്രീം കളർ കാണുന്നതാണ് നമ്മൾ ഫ്രണ്ടാക്കിയിട്ട് വെക്കുന്നത്. അതിലാദ്യം കഴുത്തിൻ്റെ സൈഡിൽ കൂടെ പിന്നെ സൈഡ് ചേർത്തൊന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഓരോ ഇഞ്ച് അകലത്തിൽ നമ്മൾ ഓരോ റൗണ്ട് ഷേപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ അടയാളപ്പെടുത്തിയ കൂടെ എല്ലാം നമ്മൾ പിന്നെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അതൊരു കാഴ്ചയ്ക്കൊരു ഭംഗി കിട്ടുമെന്നേരം, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളിവിടെ ഇതിൻ്റെ റൗണ്ട് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നതിൻ്റെ മുകളിൽ കൂടെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ കഴുത്ത് വെട്ടണം. നമ്മൾ ഈ ഫ്രണ്ട് പീസിന് നമ്മൾ 3 ഇഞ്ചാണ് നമ്മളെടുത്തത്. അന്നേരം നമ്മൾ വരയ്ക്കുകയോ ചെയ്ത് അവിടെ വെട്ടിയിട്ടില്ല. ഇവിടെ നമ്മൾ എടുത്തിട്ട് ക്രോസ് പീസ് കൊണ്ട് കഴുത്ത് വയ്ക്കുകയോ ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു 2.25 ഇഞ്ച് പിന്നെ എടുത്താൽ മതി വീതി. ഫ്രണ്ടിന് 3 എടുത്ത് ഇവിടെ നമുക്കൊരു 2.25 എടുത്താൽ മതി. 2.25 എടുക്കുക. താഴ്ച ഒരു 3 ഇഞ്ചും താഴ്ചയും കൊടുക്കുക. അതും ഒരു കർവിലങ്ങോട്ട് യു ഷേപ്പിലങ്ങോട്ട് വെട്ടിയെടുക്കുക. ഇനി നമുക്ക് ആ കഴുത്ത് വയ്ക്കാൻ വേണ്ടി ക്രോസായിട്ട് ഒരു പീസ് വെട്ടിയെടുക്കണം. നല്ല കഴുത്ത് ഉള്ളിലേക്ക് തയ്ച്ച് മറിക്കാൻ വേണ്ടിയിട്ട് അതിന് നമ്മളൊരു പീസ് തുണിയിലേക്ക് ക്രോസായിട്ട് പിന്നെ സ്കെയിൽ വെച്ചിട്ട് അങ്ങ് വരച്ചെടുത്താൽ മതി. വരച്ചിട്ട് ഒരു പീസ് വെട്ടിയെടുക്കാം. അത് രണ്ടായിട്ട് നടുവേ മടക്കിയിട്ട് കഴുത്തേലേക്ക് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്ത് റൗണ്ട് ചുറ്റി വരിക. റൗണ്ട് ചുറ്റി വന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടെ പ്രസ് ചെയ്തടിച്ച് ഉള്ളിലേക്ക് വിടുക. കഴുത്ത് നമ്മളങ്ങനെ തയ്ച്ചിട്ട് അത് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് തയ്ച്ച് വെച്ച് ഒന്നുകൂടെ പ്രസ് ചെയ്ത് അതിൻ്റെ മുകളിൽ കൂടെ അടിച്ചിരിക്കുകയാണ്. ഇനി അത് ഉള്ളിലേക്ക് മടക്കിയിട്ട് പിന്നെ അതിലൂടെ ഒന്നും കൂടെ അടിക്കണം. അത് അടിച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഷോൾഡറാണ് കൂട്ടി പിടിപ്പിക്കുന്നത്. ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും കൂടെ ഷോൾഡർ കൂട്ടി പിടിപ്പിക്കുക. അതിൻ്റെ നല്ല വശത്തേക്ക് പിന്നെ അതിൻ്റെ നല്ല വശം മുകളിലോട്ടാക്കിയിട്ട് എടുത്ത് വെക്കുക. ഫ്രണ്ടും ബാക്കും അങ്ങനെ എടുത്ത് കഴുത്ത് രണ്ടും കൂടെ കൂട്ടി ഒരുമിച്ച് വെച്ച് രണ്ടിൻ്റെ ഷോൾഡർ കൂട്ടി വെച്ച് 2 പ്രാവശ്യം അടിക്കുക. നമ്മളിവിടെ ഫ്രണ്ടും ബാക്കും കൂടെ കൂട്ടി പിടിപ്പിച്ച് ഷോൾഡർ കൂട്ടി പിടിപ്പിച്ചു. ഇനി നമുക്ക് അതിൻ്റെ അടിയിലത്തെ പോർഷനാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ പിടിപ്പിക്കേണ്ടത്. അടിയിലത്തെ പോർഷൻ നമ്മളിവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. ആ വെട്ടി വെച്ചിരിക്കുന്നതിൽ നമ്മൾ ചെറിയ ഞൊറി ഇട്ട് കൊടുക്കണം. ഏകദേശം ഒരു പിന്നെ 8 ഇഞ്ചൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് ഓരോ മാർക്ക് ചെയ്ത് എല്ലായിടത്തും ഒരേപോലെ വരാൻ വേണ്ടി നമുക്ക് അവിടെ ഒരു മാർക്ക് കൊടുക്കാം. ചിലപ്പോൾ കൃത്യമായിരിക്കണം എന്നില്ല. നമുക്കത് മറ്റേ മുകളിലത്തെ പാർട്ട് പിടിപ്പിക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. എല്ലാത്തിലും ഒരേപോലെ അവിടെ നിന്ന് ഞൊറിയിട്ട് കൊടുക്കുക. സെൻറ്ററിലേക്ക് സെൻറ്റർ മുതൽ അങ്ങനെ അവിടെ തൊട്ട് അവിടം വരെ ഞൊറിയിടുക. നമ്മളിപ്പം ഇതിൻ്റെ താഴത്തെ പോർഷൻ നമ്മൾ ഞൊറിയിട്ടു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് രണ്ടും ഫ്രണ്ടിലെയും ബാക്കിലെയും ഞൊറിയിട്ടു. ഇനി നമുക്ക് മുകളിലത്തെ പോർഷൻ അതിലേക്ക് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പിടിപ്പിക്കുമ്പം ഇതിൻ്റെ താഴത്തേൻ്റെ സെൻറ്ററും മുകളിലത്തേൻ്റെ ആ സെൻറ്ററും കൂടെ ഒരേ ഒപ്പം വെച്ചിട്ട് വേണം പിടിപ്പിക്കാനായിട്ട്.
നമ്മളിതിന് മുകളിലത്തെ പീസിൽ നമ്മളൊരു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ വെട്ടിയപ്പോൾ തന്നെ 2 സൈഡിലും. ആ മാർക്ക് വരെയാണ് നമ്മൾ അടിച്ച് അങ്ങോട്ട് വരേണ്ടത്. അടിച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ അവിടെ ഇപ്പുറത്തൊരു ഞൊറി ഇട്ട് കൊടുത്താൽ മതി. അവിടെ ഒരു ഞൊറി ഇട്ട് കൊടുക്കുമ്പോൾ അത് ഒപ്പമായിക്കോളും. അങ്ങനെ 2 പീസിലേക്ക് നമുക്ക് അത് പിടിപ്പിക്കാം, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും. ഇതാ നമ്മളിപ്പം താഴത്തെ പാർട്ട് മുകളിലത്തെ പാർട്ടിനോടുകൂടി പിന്നെ കൂട്ടി തയ്ച്ചു. ഇനിയിപ്പം നമുക്ക് അടുത്തത് തയ്ക്കേണ്ടത് കൈയാണ് പിടിപ്പിക്കേണ്ടത്. ഷോൾഡറിൽ പിടിപ്പിക്കണം. അപ്പോൾ കൈ പിടിപ്പിക്കുന്നതാണെങ്കിൽ കൈ നമുക്ക് പിന്നെ മടക്കി അടിക്കണം. കൈ നമ്മളൊന്നും ചെയ്തില്ലായിരുന്നു, കൈ വെട്ടി വെച്ചിരിക്കുന്നതാണ്. കൈ ഒരു 7.5 ഇഞ്ച് കൈ നീളമാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ 8 ഇഞ്ചിന് നമ്മൾ മടക്കി കൊടുക്കുക. അങ്ങനെ അടിച്ചെടുക്കുക. നമ്മളങ്ങനെ കൈ മടക്കി അടിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ കൈയുടെ ഫ്രണ്ട് വശം മാത്രം നമുക്ക് കുറച്ച് കയറ്റി വെട്ടിയെടുക്കേണ്ടതുണ്ട്. അതിന് രണ്ടും പിന്നെ പുറകുവശത്തും ആകാശമായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അത് ഇനി നമുക്ക് കുറച്ച് ഭാഗം ഫ്രണ്ടിലേക്കുള്ള ഭാഗം കുറച്ച് വെട്ടിക്കളയാം. ഇനി അത് ഫ്രണ്ട് വശം ഒന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ നമുക്കൊരു മാർക്ക് ചെയ്യുകയും ചെയ്യാം. ഇനി കൈ അതിലേക്ക് പിടിപ്പിക്കാം. നമുക്ക് സെൻറ്ററും കൂടെ ഒരുപോലെ വെച്ചിട്ട് ഷോൾഡറിൻ്റെ സെൻറ്ററും കൈയുടെ സെൻറ്ററും കൂടെ ഒരുമിച്ച് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ച്ചെടുക്കാം. കൈ നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞു, 2 കൈയും പിടിപ്പിച്ചു. ഇനി നമുക്ക് വണ്ണമാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. കൈക്ക് ഒരു 7 ഇഞ്ച് വണ്ണവും ഉടലിന് ഒരു 20 ഇഞ്ച് വണ്ണവും നമുക്ക് കിട്ടിയാൽ 20 ഇഞ്ചിനനുസരിച്ച് അവിടെ മാർക്ക് ചെയ്യുക. 2 സൈഡിലും ഒരുപാട് തുമ്പൊന്നുമില്ല, എടുക്കുക. പിന്നെ കൈക്ക് ഒരു 7 ഇഞ്ചും. ഇനി 2 സൈഡിലും കൈയടക്കം അങ്ങോട്ട് സൈഡിലേക്ക് അടിയിലേക്ക് മൊത്തം അങ്ങ് അടിച്ചു വിട്ടാൽ മതി. 2 സൈഡും നമ്മളിപ്പോൾ ഇതാ അതിൻ്റെ 2 സൈഡും നമ്മൾ അടിച്ചു പിടിപ്പിച്ചു. ഇനി നമുക്ക് ലാസ്റ്റായിട്ടുള്ള ഇറക്കമാണ്. ഇറക്കം നമ്മളിങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടിട്ട് നമുക്ക് നോക്കാം എത്രയുണ്ട് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന ഇറക്കം നോക്കാം. അതിനനുസരിച്ച് ബാക്കി മിച്ചമുണ്ടെങ്കിൽ മുറിച്ച് കളയാം. ഇറക്കം നോക്കുമ്പോൾ ഇതിന് 53 ഉണ്ട്. നമുക്ക് 53ൻ്റെ ആവശ്യമില്ല, നമുക്ക് 50 ഇഞ്ച് ഇറക്കം മതി. അപ്പോൾ നമുക്ക് 51 ഇട്ടിട്ട് വരച്ച് നമുക്ക് മുറിച്ച് കളയാൻ ബാക്കി ഭാഗം. ഇനി അടിഭാഗം നമുക്ക് ചെറുതായിട്ട് വീതി കുറച്ച് മടക്കി അടിക്കാം. ഒന്ന് മടക്കി പിന്നെ രണ്ടാമത് ഒന്നും കൂടെ മടക്കിയിട്ട് മൊത്തം അടിക്കുക. അങ്ങനെ നമ്മുടെ നൈറ്റി തയ്ച്ചു കഴിഞ്ഞു. അതിൽ ഫ്രണ്ടിലൊരു പോക്കറ്റും വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ ആ ഡിസൈൻ കൊടുത്തില്ലേ, അവിടെ നമ്മൾ ചെറുതായിട്ട് ഒരു എംബ്രോയിഡറിയും ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ നൈറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് ഓൾ അമർത്തുക. അപ്പോഴേ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ തയ്യൽ ഇഷ്ടപ്പെടുന്നവർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി.